അങ്ങോട്ട് ഇരുന്നാട്ട മുതലാളി. ഇരുന്ന് ആട്ടാനോ? അപ്പൊ നിന്ന് ആട്ടണ്ടേ? അതല്ല മുതലാളി പറഞ്ഞത്. ഈ പാവങ്ങളുടെ കുടിയിൽ വന്നിട്ട് മുതലാളിയെ ഇരുത്താൻ ഒരു കസേര പോലുമില്ല. ഞങ്ങൾക്കാകെയുള്ളത് ഈ കട്ടിലാണ് മുതലാളി. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം കേട്ടോ രാജ. ഓക്കെ. ഞാൻ ഈ രാത്രിയിൽ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയുമോ? അറിയില്ല. നിന്നോട് ഞാൻ ഓട്ടം ലോറിക്ക് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് എവിടുന്നോ ഒരു ഓട്ടം വന്നു. കോയമ്പത്തൂർക്ക് ലോഡ് കൊണ്ട് പോകണം. അപ്പോ രാജൻ ഇപ്പൊ ഈ നിമിഷം തന്നെ ലോറിയുമായി കോയമ്പത്തൂരിന് പോകണം. അയ്യോ മുതലാളി, എന്റെ ഭാര്യ സാരഥ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തിനാ രാജാ പേടിക്കുന്നേ? നാന ഇവിടെ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ വരുന്നതിന് മുമ്പ് ഗോപാലനെ ഒന്നും ഒരാൾ എന്റെ ഡ്രൈവറായിട്ടിരുന്നു. അയാളെ ഞാൻ മദ്രാസിയിലേക്ക് ഒരു ദിവസം ലോഡിന് പറഞ്ഞു വിട്ടപ്പോ ആ ഗോപാലൻ എന്നോട് പറഞ്ഞു, മുതലാളി എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ്, ആരും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ഗോപാല, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന്. 3 വർഷം കഴിഞ്ഞാണ് ആ ഗോപാലൻ മദ്രാസിൽ നിന്നും ലോഡുമായി തിരിച്ചു വരുന്നത്. അവൻ തിരിച്ചു വന്നപ്പോൾ 2 കുട്ടികളെ അവന്റെ ഭാര്യയും ഭദ്രമായി അവന്റെ കൈകളേൽപ്പിച്ചു. അല്ല മുതലാളി, ഗോപാലൻ പോയപ്പോൾ അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെങ്ങനെ? 10-20 വർഷം എന്റെ കൂടെ വളയം പിടിച്ച പയ്യനല്ലേ, ഞാൻ എന്തേലും തിരിച്ച് ചെയ്യണ്ടേ? അതാണ്, മനസ്സിലായോ?